കോൺഗ്രസിന് ഈസിയായി ഒരു മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ സമ്മാനിച്ചിരിക്കുകയാണ്. നല്ല നട്ടലും ചങ്കുറപ്പുമുള്ള ഒരു നേതാവിനെ. പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ. തമ്മിൽ തല്ലും പോർവിളിയുമൊക്കെ നടക്കുന്ന കോൺഗ്രസിനുള്ളിൽ, ഗ്രൂപ്പിസവും ഒക്കെ ഒരുപാടായി നടക്കുന്ന കോൺഗ്രസിൽ ഇനി ആരാകും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ളൊരു ചോദ്യം കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിലും പ്രവർത്തകർക്കിടയിലും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർക്കിടയിലും ഒക്കെ ഉണ്ടായിരുന്നു. LDFിനെ മടുത്തു. പ്രത്യേകിച്ച് പിണറായി ഭരണം കേരളത്തിലെ ജനങ്ങൾ അങ്ങേയറ്റം മടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി ഇടതുപക്ഷത്തിന് ഒരു ചാൻസ് കൊടുക്കാൻ അവർ തയ്യാറല്ല. എങ്ങനെയെങ്കിലും 2.5 വർഷം കൂടി ഒന്ന് കഴിഞ്ഞു പോയി ഈ സർക്കാർ ഒന്ന് അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ മതിയെന്ന് പറഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. അപ്പോഴും അവർക്ക് വിശ്വാസമില്ല UDF അധികാരത്തിൽ വന്നാൽ ആരാകും മുഖ്യമന്ത്രിയാകുക. കാരണം സതീശനും സുധാകരനും ഒക്കെ ഇവിടെ തമ്മിൽ തല്ലും ഇവിടെ ഗ്രൂപ്പ് കളിയും ഒക്കെ നടത്തുകയാണ്. ഇതിനിടയിൽ ഒരു നല്ല മുഖ്യമന്ത്രി, ജനങ്ങളെ സേവിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യുവത്വത്തിൽ നിന്ന്, യുവാക്കളിൽ നിന്നൊരു മുഖ്യമന്ത്രി അതാരായിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ടായിരുന്നു. അതിന് ഈസിയായി പിണറായി വിജയൻ ഉത്തരം നൽകിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെ വീട്ടിൽ, അസുഖബാധിതനായ അദ്ദേഹത്തെ വീട്ടിലെത്തിയാണ് ഒരു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പിണറായിയുടെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. അതായത് സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് പിണറായിയുടെ നവകേരള സദസ്സ് വന്നപ്പോൾ സെക്രട്ടേറിയറ്റിൽ മാർച്ച് നടത്തി അത് പിണറായിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയത്രേ. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നട്ടലും ചങ്കുറപ്പും പിണറായിയെ വെല്ലുവിളിക്കാൻ ഒരു ഭയവുമില്ലാത്ത നല്ല നട്ടലുള്ള നേതാവിനെ പിണറായി അങ്ങ് അകത്താക്കി. അതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇമേജും അങ്ങ് മാറി. ഹൈപ്പ് ഒരു 1.5 എങ്ങായി. പിണറായി ഇത്രയും പ്രതീക്ഷിച്ചില്ല. വിജയനെ പിന്നെ കണ്ടോളാം എന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു മാസ് ഡയലോഗും അടിച്ചിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് അഞ്ജു പാർവതി പ്രവേശ് കഴിഞ്ഞ ദിവസം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പ് അത് തന്നെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: അയാൾ ഏതെങ്കിലും രാഷ്ട്രീയ എതിരാളികളെ കൊന്നുതള്ളി അധികാരത്തിന്റെ അമരത്ത് വന്ന ആളല്ല. അയാൾ കൊലപാതകയോ കള്ളക്കടത്തുകാരനോ ലഹരി മാഫിയയിൽ ഉൾപ്പെട്ട ആളോ പിടികിട്ടാ പുള്ളിയോ അല്ല. ജനാധിപത്യം കൽപ്പിച്ചു നൽകിയ വഴിയിലൂടെ പ്രതിഷേധ സമരം നടത്തിയ യുവ രാഷ്ട്രീയ നേതാവാണ് അയാൾ. ആൾക്കൂട്ടത്തിന് മുന്നിൽ ആൾക്കൂട്ടത്തെ നയിച്ച് അയാൾ നിർഭയനായി നെഞ്ചു വിരിച്ചു നിന്നാണ് ചോദ്യങ്ങൾ ചോദിച്ചത്. അല്ലാതെ കറുപ്പിനെ ഭയന്ന, കരിങ്കൊടി കണ്ടാൽ അങ്കക്കലി പൂണ്ട ഗുണ്ടാ സംഘങ്ങളുടെ കാവലിൽ ജനങ്ങളിൽ നിന്നും അകലം പാലിച്ച് മണ്ടി ഒളിച്ചിട്ടില്ല. പിണറായി ഭരണം കമ്മ്യൂണിസത്തിന് നൽകിയ സംഭാവന എന്തെന്ന് ചോദിച്ചാൽ അത് സ്റ്റാലിനിസത്തെ, ഫാസിസത്തെ ഒക്കെ കേരളത്തിൽ എത്തിച്ചു എന്നതാണ് മറുപടി. പ്രതികാരം മാത്രം ചിന്തകളിൽ ആവാഹിച്ച, ചോദ്യം ചോദിക്കുന്നവരെ കുലം കുത്തിയാക്കി നിഷ്കരണം ഉറക്കിക്കിടത്തുന്ന ഏകാധിപത്യമാണ് ജനാധിപത്യമെന്ന് കരുതുന്ന, സ്റ്റേറ്റ് എന്നാൽ ഞാനും കുടുംബവും സ്തുതിപാഠകരും എന്ന് കരുതുന്ന തനി ഫാസിസ്റ്റ്. ഇന്നലെ വരെ അയാൾ കൺമുന്നിൽ, അതായത് നിയമസഭാ മന്ദിരത്തിന് മുന്നിലും ഹജൂർ കച്ചേരിക്ക് മുന്നിലും ചായ ഊതി കുടിച്ചു നിന്നിട്ടും അയാളെ അറസ്റ്റ് ചെയ്യാൻ മടിച്ച കേരള പോലീസ് ഇന്ന് അതിനാടകീയമായി വെളുപ്പാങ്കാലത്ത് അയാളുടെ വീട് വളഞ്ഞു പിടിച്ച പ്രത്യേക ആക്ഷൻ ആരുടെ ബുദ്ധിയെന്ന വെളിവുള്ള മനുഷ്യർക്കറിയാം കേട്ടോ. പക്ഷേ ആ പ്രത്യേക ആക്ഷൻ ഒന്നും യുവജന പ്രസ്ഥാനങ്ങളുടെ മുന്നിൽ വിലപ്പോകില്ല. ഈ ഒരൊറ്റ അറസ്റ്റ് കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടാൻ പോകുന്ന മൈലേജ് എന്തെന്ന് കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് അഞ്ജുവിന്റെ പോസ്റ്റ്. സത്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മൈലേജ് അങ്ങ് ഉയർന്ന്, ആ ഗ്രാഫ് അങ്ങ് ആളിപ്പടരുകയാണ്. ജനങ്ങൾ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തിന് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് കിട്ടിയ മൈലേജ്, ഹൈപ്പ്, ഇതൊക്കെ പിണറായിയെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്തായാലും പിണറായി കോൺഗ്രസിന് നൽകിയത് ഒരു 1.5 മുത്തിനെ തന്നെയാണ്, ഒരു 1.5 സമ്മാനത്തെ തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാലമാണ്. അദ്ദേഹം അങ്ങനെ നെഞ്ചുറപ്പും നട്ടല്ലോടെയും അദ്ദേഹം ജനസേവനത്തിന് അങ്ങനെ ഇറങ്ങട്ടെ, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ഇതുവരെ ജനങ്ങൾക്കൊപ്പമായിരുന്നു, ഇനിയും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ. ഒരു ജനനായകനായി ജനങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവർ പ്രതീക്ഷിക്കുന്ന ഒരു ഭരണാധികാരിയായി മാറാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രമേ ഞങ്ങളും പറയുന്നുള്ളൂ.